പാലാ തൊടുപുഴ റൂട്ടിലെ കൊല്ലപ്പള്ളി ടൗണിന് സമീപം ടൗണിൽ നിന്ന് ഏകദേശം 400-500 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി കഴിയുമ്പോൾ 14 സെന്റ് സ്ഥലത്തില് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് 80 ലക്ഷം രൂപ ചോദിക്കുന്നു, നെഗോഷ്യബിൾ എന്നുള്ള രീതിയിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വീട് പണി പൂർത്തിയായി കിടപ്പുണ്ട്. കിണർ വെള്ള സൗകര്യം ഇഷ്ടം പോലെയുണ്ട്. ടാർ റോഡ് വീട് വരെയുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ വീഡിയോയിലൂടെ കാണാം. 4 ബെഡ്റൂം ഉള്ള വീടാണ് എന്നുള്ളത് മറക്കരുത്. ചോദിക്കുന്ന വില 80 ലക്ഷം മാത്രമേ ഉള്ളൂ. അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 14 സെന്റ് സ്ഥലത്തിലേക്കാണ്. നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന കേരള സ്റ്റൈലിലുള്ള നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു 14 സെന്റ് സ്ഥലത്തിനകത്തേക്ക് നമുക്കൊന്ന് പ്രവേശിച്ചാലോ? ഇതാ 14 സെന്റ് സ്ഥലത്തിൻ്റെ അകത്തിരിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് ഇത് നല്ലൊരു കിണറുണ്ട്. നല്ല കിണർ വെള്ളവും സൗകര്യങ്ങളും ഉള്ള ഒരു മേഖലയാണ്. ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു 400 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീടായി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും അല്ലെങ്കിൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തതിലാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. തൊട്ടടുത്തൊക്കെ നല്ല വീടുകളുണ്ട്. തൊട്ടടുത്തുള്ള വീടൊക്കെ മീനച്ചിൽ ഹോംസ് വഴി തന്നെ സെയിലായ വീടാണ്. അപ്പോൾ നല്ല ആൾക്കാർ താമസിക്കുന്ന ഒരു മേഖല, ഒരു റിച്ച് ആയിട്ടുള്ള മേഖല കൊല്ലപ്പള്ളി ടൗണാണ്. പാലാ തൊടുപുഴ റോട്ടിൽ കൊല്ലപ്പള്ളി ടൗണിന് സമീപത്താണ്. ഇതാണ് തേക്കൻതടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോർ കണ്ടാണ് നമുക്ക് അകത്തേക്ക് കയറുന്നത്. ഇത് നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മൊഴി റിയാദി. അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രെയർ യൂണിറ്റ് വന്നിരിക്കുന്നത്. നല്ലൊരു പ്രെയർ യൂണിറ്റാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാൾ കം ഫാമിലി ലിവിങ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അത്രയും വലിപ്പമുള്ള ഡൈനിങ് ഹാൾ തന്നെയാണ്. ഒരു സോഫ സെറ്റും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് TV കാണാനൊക്കെ കുറച്ചും കൂടെ സൗകര്യമാണ്. ഇതുകൊണ്ട് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ് ഇവിടെ ഉള്ളത്. 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂമിൽ 3 എണ്ണവും അറ്റാച്ച്ഡ് ആണ്. ഒരെണ്ണം കോമൺ ടോയ്ലറ്റ് കൂടിയാണ് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് വേഗം കടന്നിയെല്ലാം. ഇതാണ് ബെഡ്റൂമുകൾ. നല്ല സൗകര്യങ്ങളുള്ള, നല്ല വലിപ്പമുള്ള, നല്ല ജനൽപ്പാളികളൊക്കെ കൊടുത്തിരിക്കുന്ന, നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന നല്ല ഒരു ബെഡ്റൂമാണ് ഇത് കാണുന്നത്. കബോർഡ് വർക്കുകൾ അവിടെ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ ഡോറ് വന്നിരിക്കുന്നത്. ടോയ്ലറ്റിൻ്റെ ഡോറൊക്കെ ഏറ്റവും നല്ല ഫൈബറിൻ്റെ ഡോറൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഡോറൊക്കെയാണ്. ഇതാണ് നമ്മുടെ ബാത്റൂം. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇതാണ് നമ്മുടെ ആ ബാത്റൂം കണ്ടതിന് ശേഷം, ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. രണ്ടാമത്തെ ബെഡ്റൂം പിന്നെ ഇപ്പുറത്തായിട്ടാണ് നമ്മുടെ TV യൂണിറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിരിക്കുക. നല്ലൊരു TV യൂണിറ്റ് ഇവിടെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ TV യൂണിറ്റിൻ്റെ പോയിൻ്റ്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. രണ്ടാമത്തെ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ് ഉണ്ട്. കബോർഡ് വർക്കുകളുണ്ട്. അറ്റാച്ച്ഡ് ആണ്. ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ടോയ്ലറ്റാണ്. ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡാണ്. വയറിങ് ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ്. സ്വിച്ചുകളത് അങ്ങനെ എല്ലാ നല്ല മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ വെള്ളപ്പൊക്ക ഭീഷണികളോ ഉരുൾപൊട്ടൽ ഭീഷണികളോ ഒന്നുമില്ലാത്ത മേഖലയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടാണ് ഇവിടെ വരുന്നത്. നമുക്ക് 2 ബെഡ്റൂം കണ്ടു. ഇനി 2 ബെഡ്റൂം കൂടിയാണ് കാണുവാനായിട്ട് ഉള്ളത്. ഇതാണ് 4 ബെഡ്റൂം. ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് തെറ്റിപ്പോയി. 4 ബെഡ്റൂം, 4ഉം അറ്റാച്ച്ഡ് തന്നെയാണ്. 4 എണ്ണത്തിൽ 3 അറ്റാച്ച്ഡ്, ഒരു കോമണും എന്നാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്. 4 ബെഡ്റൂം, 4ഉം അറ്റാച്ച്ഡ് തന്നെയാണ്. 80 ലക്ഷം രൂപ ചോദിച്ചാലും അതിൽ നെഗോഷിയേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. നല്ല നെഗോഷിയേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടാണ്. അപ്പോൾ നമുക്ക് ഈ ഏരിയയുടെ ഒരു സൗകര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പാലായേക്കാളും വലിയ മാർക്കറ്റാണ് കൊല്ലപ്പള്ളിയും പൈകയും എന്ന് നമ്മൾ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊല്ലപ്പള്ളിയും പൈകയും പാലാ മാർക്കറ്റിനേക്കാളും വലിയ മാർക്കറ്റാണ്. കാരണം കൊല്ലപ്പള്ളിക്ക് വിശാലമായ ഗ്രാമപ്രദേശങ്ങളാണുള്ളത്. മയിലുകാവ് തൊട്ട് നീലൂര് അല്ലെങ്കിൽ കടനാട് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഏരിയകളുണ്ട്. അവിടെയെല്ലാം ഇഷ്ടംപോലെ ആൾപ്പാർപ്പുള്ളതും ഗ്രാമീണ മേഖലയാണ് ഈ പറയുന്ന കൊല്ലപ്പള്ളിക്ക് സമീപത്തുള്ള മേഖലകളൊക്കെ. അത് രാമപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങനെ നീണ്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ഏരിയയിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് വരെയും ആളുകൾ വന്ന സാധനങ്ങൾ മേടിക്കുവാനും പലചരക്ക് സാധനങ്ങൾ മേടിക്കുവാനും മലഞ്ചരക്ക് സാധനങ്ങൾ വിൽക്കുവാനും വരുന്ന ഒരു ടൗണാണ് കൊല്ലപ്പള്ളി ടൗൺ. അതുപോലെ തന്നെയാണ് പൈക ടൗണും.
അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വലിയ മാർക്കറ്റ് ഉണ്ട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള മാർക്കറ്റുമായിട്ട് വെറും 500 മീറ്റർ ദൂരം, എന്നാൽ സൈലൻ്റായിട്ട് വളരെ സൈലൻ്റായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാത്ത രീതിയിൽ ഉള്ള നല്ലൊരു മേഖല. ഇവിടുന്ന് പാലാ ടൗണിലേക്കുള്ള ദൂരം ഏകദേശം ഒരു 7 കിലോമീറ്റർ ദൂരവും തൊടുപുഴ ടൗണിലേക്ക് ഏകദേശം ഒരു 12 കിലോമീറ്റർ ദൂരവുമാണ് കൊല്ലപ്പള്ളിയിൽ നിന്നുമുള്ളത്. നമുക്ക് കിച്ചണ്, വർക്ക് ഏരിയ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ കൊടുത്തുകൊണ്ട് നല്ല ഒരു ഓപ്പൺ കിച്ചണൊക്കെ കൊടുത്തുകൊണ്ട് എല്ലാം നല്ല ഗ്രാൻഡായിട്ട് അടിപൊളിയാക്കി പണിതെടുത്തിട്ടിരിക്കുന്ന ഈ വീടും സ്ഥലവും 14 സെൻറ്റ് സ്ഥലം, 2000-നടുത്ത് സ്ക്വയർ ഫീറ്റുള്ള വീട്, 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ്, 80 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിളാണ്. അപ്പോൾ ഈ വീട് നേരിട്ട് കാണുവാൻ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ. ഏത് സമയത്ത് വന്നാലും